ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഇടുക്കി മണ്ഡലത്തിലാണ് ഇന്ന് ദ ബിഗ് ഫൈറ്റ്. 2001 മുതൽ ഇടുക്കിയെ പ്രതിനിധീകരിക്കുന്ന സിറ്റിംഗ് MLA റോഷി അഗസ്റ്റിൻ ഇത്തവണ UDF വേണ്ടി 4ാം തവണ അംഗത്തിനിറങ്ങുമ്പോൾ അദ്ദേഹത്തെ നേരിടാനെത്തുന്നത് പാർലമെന്റിൽ ഇടുക്കിയെ 2 വട്ടം പ്രതിനിധീകരിച്ചിട്ടുള്ള ഫ്രാൻസിസ് ജോർജാണ്. പോരാട്ട വീര്യം കൂട്ടാൻ NDAയുടെ സാന്നിധ്യവും മണ്ഡലത്തിലുണ്ട്. പട്ടയ പ്രശ്നവും കർഷകരുടെ പ്രശ്നവും കസ്തൂരിരംഗൻ വിഷയവുമെല്ലാം സജീവ ചർച്ചയാകുന്ന ഇടുക്കി മണ്ഡലത്തിലെ വോട്ടർമാരുടെയും നേതാക്കളുടെയും മനസ്സറിയുകയാണ് ദ ബിഗ് ഫൈറ്റ് എന്ന്. ബിഗ് ഫൈറ്റിൽ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA റോഷി അഗസ്റ്റിൻ, LDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്, NDA സ്ഥാനാർത്ഥി ബിജു മാധവൻ. ശ്രീ റോഷി അഗസ്റ്റിൻ, 2001 മുതൽ താങ്കൾ ഇടുക്കിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലുണ്ട്. ഇത്തവണ പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം താങ്കളോടൊപ്പം ഉണ്ടായിരുന്ന താങ്കളുടെ സുഹൃത്തും സഹപ്രവർത്തകനും ഒക്കെയായിരുന്ന വ്യക്തിയാണ് ഇത്തവണ താങ്കൾക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം 2 വട്ടം ഇടുക്കിയെ പാർലമെന്റിൽ പ്രതിനിധീകരിച്ച വ്യക്തിയുമാണ്. എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്തിന് ജനം ഇത്തവണ 4ാം വട്ടം താങ്കൾക്ക് വോട്ട് ചെയ്യണം? പറയാം. എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു ബാലികാറാമലയായി തോന്നിയിട്ടില്ല. കഴിഞ്ഞ 15 വർഷം ജനങ്ങളോടൊപ്പം നിലകൊള്ളാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസമാണ് എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി മുന്നോട്ട് നയിക്കുന്നത്. ഇവിടുത്തെ സാധാരണ ജനജീവിതത്തിന് അനുസൃതമായി കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗവർണ്ണ വ്യത്യാസത്തെക്കാൾ സ്വാഭാവികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും അനന്തരമായിട്ടുള്ള മാറ്റങ്ങളും ഈ ജില്ലയിലെ പ്രത്യേകിച്ച് ഇടുക്കി നിയോജകമണ്ഡലത്തെ വേറിട്ട ഒന്നാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചു. ഇതര ജില്ലകൾക്കൊപ്പം ഈ ജില്ലയെ ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാവരുടെയും സഹകരണം എനിക്ക് ലഭിച്ചു എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തുഷ്ടിയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായ ചർച്ചകൾ നടക്കുന്നെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായിരുന്ന കാലഘട്ടം എല്ലാവരുടെയും സഹകരണം ആർജിച്ചുകൊണ്ട് തന്നെയാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിലെല്ലാവരുടെയും പിന്തുണ ലഭ്യമായി, എല്ലാവരുടെയും സാന്നിധ്യം ലഭ്യമായിരുന്നു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിലുണ്ടാകാവുന്ന തലത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതിനപ്പുറത്തോട്ട് ഇടുക്കിയുടെ വികസന സങ്കല്പങ്ങൾക്കോ കാഴ്ചപ്പാടുകൾക്കോ ഒരു തടസ്സമുണ്ടായി എന്നുള്ള വിചാരം എൻ്റെ മനസ്സിലില്ല എന്ന് മാത്രമല്ല, അത്യന്തം സന്തോഷകരമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ താലൂക്ക് സപ്ലൈ ഓഫീസും താലൂക്ക് ആശുപത്രിയും നിരവധിയായ റോഡുകളും പാലങ്ങളും ഒക്കെ ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിജയശതമാനം കരസ്ഥമാക്കിയ മെഡിക്കൽ കോളേജായി ഇടുക്കി മെഡിക്കൽ കോളേജ് മാറി. 40 വർഷമായി ഇടുക്കിയിലൊരു താലൂക്ക് എന്ന സങ്കല്പം ഇന്ന് നമുക്കത് സാധൂകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒട്ടേറെ ആശ്വാസകരമാണ്. നമുക്ക് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യ രംഗത്താണെങ്കിലും സാധാരണ ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിച്ചു. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഈ കഴിഞ്ഞ കാലയളവിൽ ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് അദ്ദേഹം ഇത്തവണ റോഷി അഗസ്റ്റിൻ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. താങ്കളെ 2 വട്ടം പാർലമെന്റിലേക്ക് അയച്ചിട്ടുണ്ട് ഇടുക്കിക്കാർ. പക്ഷേ അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം അല്ല ഇന്നുള്ളതെന്ന് താങ്കൾക്ക് വ്യക്തമായി അറിയാം. നിയമസഭയിൽ ഇടുക്കിയിൽ നിന്ന് കന്നി അംഗത്തിനിറങ്ങുന്ന താങ്കളെ എന്തിന് ജനം വോട്ട് ചെയ്യണം? എന്താണ് താങ്കൾക്ക് ഇടുക്കിയിലെ ജനത്തോട് പറയാനുള്ളത്? ഞാൻ ഇടുക്കിയിലെ ജനങ്ങളോട് കൂടുതൽ വിസ്തരിച്ചൊന്നും പറയേണ്ടതായിട്ടില്ല. 96 മുതൽ ഞാൻ ഇടുക്കിയുമായി നിരന്തരമായി ബന്ധപ്പെടുന്നൊരു വ്യക്തിയാണ്. 2 വട്ടം പാർലമെൻറ്റിൽ ഇടുക്കിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ MP ആയിരുന്നിട്ടുണ്ട്. ഈ കാലയളവിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ 96-ൽ ഞാൻ ആദ്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വന്നു, പരാജയപ്പെട്ടുവെങ്കിലും ഞാൻ ഇടുക്കി വിട്ടു പോയില്ല. 98-ലും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു, വീണ്ടും പരാജയപ്പെട്ടു. പക്ഷെ ഞാൻ ഇടുക്കി വിട്ടു പോവുകയുണ്ടായില്ല. 99-ൽ വീണ്ടും മത്സരരംഗത്ത് വന്നു, വിജയിച്ചു. 2004-ൽ വിജയിച്ചു. 2009-ൽ വീണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നു, ഞാൻ പരാജയപ്പെട്ടുവെങ്കിലും ഈ കാലയളവിലൊന്നും ഇടുക്കിയുമായി ബന്ധപ്പെടാതിരിക്കുകയോ ഇടുക്കിയുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. വികസന പ്രവർത്തനങ്ങൾ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ഇടുക്കിയുടെ ചരിത്രത്തിൽ മുൻപ് ഒരു MP-മാരും ചെയ്യാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? പാർലമെൻറ്റ് അംഗങ്ങൾ ഇവിടെ നിന്ന് വിജയിച്ച് പാർലമെൻറ്റിൽ പോയാൽ പിന്നെ ആരും ഇങ്ങോട്ട് വരികയില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആക്ഷേപം. ആ ആക്ഷേപത്തിന് മാറ്റമുണ്ടാക്കിയത് ഞാൻ പാർലമെൻറ്റ് അംഗമായതിനു ശേഷമാണ്. വികസന പ്രവർത്തനങ്ങൾ, റോഡുകളുടെ കാര്യങ്ങൾ, ഗ്രാമീണ റോഡുകൾ, അതുപോലെ തന്നെ അംഗൻവാടികൾ, അതുപോലെ ഗ്രാമീണ ലൈബ്രറികൾ, ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള ഫണ്ട് ഉപയോഗം, MP-മാരുടെ വികസന ഫണ്ട് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് ഇടുക്കി എന്ന് എല്ലാ സർവേകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇടുക്കിയിൽ ഗ്രാമീണ വൈദ്യുതീകരണ പദ്ധതി, രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരണ പദ്ധതി 2004-ലെ UPA ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ അത് നടപ്പിലായത് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടുക്കി ജില്ലയിൽ മാത്രമാണ്. ഇവിടെ മുതൽ അങ്ങോട്ടുള്ള ഈ ഇടുക്കി ഉദ്യാന പദ്ധതി അതിൻ്റെ ഒന്നാം ഘട്ടം മാത്രമാണ് എനിക്ക് ഞാൻ സ്ഥാനം ഒഴിയുമ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. പിന്നീടൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, MLA പറഞ്ഞതുപോലെ,
ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു ഗവൺമെൻറ്റോ ഒരു ജനപ്രതിനിധി ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ തുടർ നടപടികൾ പിന്നീട് വരുന്നവർ ചെയ്യണം. എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ വികസന രംഗത്ത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ഒരു കാരണവശാലും ഞാൻ പിന്നോട്ട് നിന്നിട്ടില്ല. അത് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നിൽക്കട്ടെ. ഇവിടുത്തെ ഏറ്റവും കാതലായിട്ടുള്ള പ്രശ്നം എന്താണ്? ഇടുക്കി ജില്ലയിലെ ഏറ്റവും കാതലായിട്ടുള്ള പ്രശ്നം എന്താണ്? ഇവിടുത്തെ കർഷക ജനതയ്ക്ക് അവരുടെ കൈവശ ഭൂമിക്ക് ഉപാധിരഹിതമായി 4 ഏക്കർ വരെ പട്ടയം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള പ്രശ്നം. ആ കാര്യത്തിൽ ഫലപ്രദമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ള വലിയ പരാതി ഇവിടെ നിലനിൽക്കുന്നു. ഇതിനിടയിലാണ് 2ാം UPA ഗവൺമെൻറ് കാലത്താണ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഈ നിമിഷം വരെ അത് സംബന്ധിച്ച് അന്തിമമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ ആശങ്കകൾ അകറ്റുന്ന രീതിയിലുള്ള ഒരു തീരുമാനമുണ്ടാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു. ഇപ്പോഴും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കപ്പെടുമോ, കൃഷിഭൂമികൾ ഒഴിവാക്കപ്പെടുമോ, അതല്ലെങ്കിൽ നമ്മുടെ വിശാലമായ തോട്ടം മേഖല ഒഴിവാക്കപ്പെടുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്തിമ വിജ്ഞാപനം കുറ്റമറ്റ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ഇറക്കിപ്പിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റിന് ഫലപ്രദമായി അത് സംബന്ധിച്ചുള്ള രേഖകൾ കൊടുക്കാൻ, റിപ്പോർട്ടുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പ്രശ്നം എന്താണ്? അതുപോലെ EFL നിയമം നടപ്പിലാക്കിയപ്പോൾ ഭൂമി നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇവിടുത്തെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയമില്ലാത്ത പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും മൗലികവും മർമ്മപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ. ശ്രീ ബിജു മാധവൻ, MLA എന്ന നിലയിൽ ഇടുക്കിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, MP ആയിരുന്നപ്പോൾ ഇടുക്കിയെ പരിഗണിച്ച വിധം, ഇതാണ് ഇരു മുന്നണികളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വിശദീകരിച്ചത്. NDAയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് എന്താണ് നിങ്ങളുടെ പാർട്ടി ഉദ്ദേശിക്കുന്നത്? ഇരു മുന്നണികളിലെയും വിജയത്തിനെ നിർണായകമായി സ്വാധീനിക്കുന്ന ശക്തിയായി ഇടുക്കിയിൽ നിൽക്കാമെന്നാണോ, അതല്ല ഇടുക്കിക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ വിജയിച്ചു വരുമെന്നാണോ? എന്താണ് ഇടുക്കി ജനതയോട് പറയാനുള്ളത്? കേരളത്തിലെ ജനങ്ങളുടെ ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത്, പരീക്ഷണങ്ങൾ കണ്ടു മടുത്തു കഴിയുമ്പോൾ അവർ പുതിയ പരീക്ഷണ മേഖല തേടിയെടുക്കും. ഞാനിവിടെ MLA ആയി പ്രവർത്തിച്ചിട്ടില്ല, പക്ഷേ ഇടത് വലത് മുന്നണികളിലൂടെ ഭരണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ട് കാലം. ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു നിമിത്തം പോലെ ഇടതിൻ്റെയും വലതിൻ്റെയും നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നടുക്ക് നിൽക്കുന്ന ഈ പുതിയൊരു കടന്നുവരവനെ ഇവിടുത്തെ ജനങ്ങൾ ഒരു പരീക്ഷണത്തിന് തയ്യാറാകാൻ സ്വീകരിക്കുമെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു ആത്മവിശ്വാസം. ഒരുപാട് വിദേശികൾക്ക് സന്ദർശിക്കാൻ സാധ്യതയുള്ള ഈ ഒരു മനോഹരമായ ജില്ലയെ അരനൂറ്റാണ്ട് കാലമായിട്ട് ലോകം ശ്രദ്ധിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കാതെ പോയി എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായും അതിനായിരിക്കും ആദ്യമായി പരിഗണന കൊടുക്കുക. രണ്ടാമത്തെ വിഷയം, മെഡിക്കൽ കോളേജ് ഉണ്ടാവാം, താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ടാവാം. എനിക്കൊരു സംശയമുള്ളൂ, 3 സ്ഥാനാർത്ഥികൾ നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരാൾക്കൊരു അറ്റാക്ക് വരിക, എവിടെ പോകും? എവിടെ പോകണം ചികിത്സിക്കാൻ? ഇടുക്കി ജില്ലയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഒരു കാര്യമായ അസുഖമുണ്ടായാൽ ഇപ്പോഴും ഇവിടുത്തെ പാവപ്പെട്ടവൻ ചികിത്സിക്കാൻ പോകണമെങ്കിൽ കോട്ടയം എറണാകുളം ജില്ലയെ ആശ്രയിക്കേണ്ട അവസ്ഥ ഇവിടെ ഉണ്ട്, നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അടിയന്തരമായി ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് ചികിത്സാ സൗകര്യം ഒരുക്കും. അതുപോലെ വിദ്യാഭ്യാസ മേഖല, ഇപ്പോഴും ഇവിടുത്തെ വിദ്യാർത്ഥികൾ അന്യ ജില്ലകളിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ അന്യ ജില്ലകളിലാണ് പോകുന്നത്. എന്തുകൊണ്ട് അന്യ ജില്ലകളിലെ കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കിവിടെ നൽകാനായി സാധിച്ചിട്ടില്ല? 5 വർഷത്തിനുള്ളിൽ ഈ പട്ടയ വിഷയം ഇവിടെ പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ 6ാമത്തെ വർഷം ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടാവില്ല എന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. കാരണം അരനൂറ്റാണ്ടായി ഈ പട്ടയ വിഷയം കേൾക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തീർച്ചയായും ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് പട്ടയം ലഭിക്കുന്ന വേണ്ട കർശന നടപടി സ്വീകരിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പാവപ്പെട്ട കർഷകന് ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ വയ്യാതെ വന്നാൽ BPL-കാരനായിട്ട് ഒരു കർഷകനെങ്കിലും അവന് ജീവിക്കാൻ അല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ തകുന്ന രീതിയിലെങ്കിലും കർഷക പെൻഷൻ വർദ്ധിപ്പിക്കണം എന്നുള്ള വലിയൊരു ആശയം നമുക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള പാവങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലുന്ന പ്രവർത്തനമായിരിക്കും എൻ്റേത്. ബഹുമാന്യനായ ശ്രീ റോഷി അഗസ്റ്റിൻ MLA-യോടാണ് എൻ്റെ ചോദ്യം. അങ്ങ് പ്രതിദാനം ചെയ്യുന്ന UDF ഗവൺമെൻറ് ചെയ്തിട്ടുള്ള പരിപാടികളെ പറ്റിയും അടുത്ത കാലത്ത് ഈ ഗവൺമെൻറ് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളെ പറ്റിയും യുവജനങ്ങൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളെ പറ്റിയും അങ്ങ് വിശദമാക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ രംഗമാണ്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു, ബിജുവും സൂചിപ്പിച്ചത് തന്നെയാണ്, ക്യാൻസർ രോഗം പോലുള്ള വിഷയങ്ങൾ. അതിനൊക്കെയുള്ള തീവ്രമായിട്ടുള്ള പരിചരണ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമുക്ക് ആരംഭം കുറിക്കാനായിട്ട് സാധിച്ചു. ഇപ്പം നിലവിലുള്ള പേഷ്യൻസിനെ നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താനേ പറ്റുള്ളൂ. പക്ഷേ ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഈ ഡിറ്റക്റ്റ് ചെയ്യുന്ന ക്യാമ്പിൽ നമുക്ക് മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിച്ച്, അവർക്ക് പേടിയാണ്, ഭീതിയാണ്, ഒരു ക്യാമ്പിൽ പോയി പങ്കെടുത്ത് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പരിശോധന നടത്തുന്നത് പോലും ഒരു ഭയത്തോടു കൂടി കാണുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇത് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾക്കൊക്കെ തന്നെയുള്ളൊരു പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. പിന്നീട് ചോദിച്ച മറ്റൊരു വിഷയം,
നമ്മുടെ യുവജനങ്ങളുടെ തൊഴിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു ഗവൺമെൻറ് ആണെന്നാണ് എൻ്റെ ഭക്ഷ്യം. തർക്കത്തിന് വേണ്ടിയല്ല. ഇപ്പം സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ്, ആരോഗ്യ ശ്രീ ഫ്രാൻസിസ് ജോർജ്, പട്ടയത്തിൻ്റെ പ്രശ്നത്തിൽ താങ്കൾ നേരത്തെ പട്ടയത്തിൻ്റെ വിഷയം സൂചിപ്പിച്ചല്ലോ. പട്ടയത്തിൻ്റെ കാര്യത്തിൽ കർഷകർക്ക് ഉപാധിരഹിത പട്ടയം ഏറെക്കുറെ നൽകാൻ കഴിഞ്ഞു എന്നൊരു അവകാശവാദം ഈ സിറ്റിംഗ് MLA ആയ റോഷി അഗസ്റ്റിനുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്ന അവകാശവാദം അദ്ദേഹത്തിനുണ്ട്. ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു എന്ന അവകാശവാദമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളിലും വേണ്ട രീതിയിൽ ഇടുക്കിക്കാർക്ക് തൃപ്തമായ രീതിയിൽ ഉള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹം വോട്ടർമാരോട് പറയുന്നത്. അതിൽ വിമർശനമുണ്ടോ താങ്കൾക്ക്? അക്കാര്യങ്ങൾ ഇടുക്കിക്കാർ പരിഗണിക്കില്ലേ? അല്ല, അതിപ്പോൾ ജനങ്ങൾ തീരുമാനിക്കുമല്ലോ. ഇപ്പോൾ അദ്ദേഹം പോലും പട്ടയത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ തൃപ്തികരമായോ നടപടികൾ സ്വീകരിച്ചെന്ന് അദ്ദേഹം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത്രയും കാലമായ ഒരു കാര്യം, സുപ്രീം കോടതിയുടെ ക്ലിയറൻസ് കിട്ടിയ ഒരു കാര്യം, സർവകക്ഷി യോഗത്തിൻ്റെ അംഗീകാരമുള്ളൊരു തീരുമാനം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയുള്ളൊരു തീരുമാനം, ആ വിഷയത്തിൽ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കേണ്ടത് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് സ്വീകരിച്ച നടപടികൾ എന്ത്? ഇവിടെ 2 രീതിയിലാണ് പട്ടയം പറയുന്നത്. ഒന്ന് 64 ഭൂപതിവ് ചട്ടം അനുസരിച്ചും 93 സ്പെഷ്യൽ റൂൾസ് അനുസരിച്ചുമാണ് കിട്ടേണ്ടത്. 1/1977 മുൻപുള്ള കൈവശക്കാർക്ക് പട്ടയം ലഭിക്കുക എന്നുള്ളതാണ്. അതിൽ എത്രത്തോളം പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതാണ് ഇവിടുത്തെ ഏറ്റവും മൗലികമായിട്ടുള്ള മർമ്മപ്രധാനമായിട്ടുള്ള പ്രശ്നം. ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുക. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ഞാനിപ്പോൾ വിജയിച്ച് ജനപ്രതിയായി വന്നു കഴിഞ്ഞാൽ, LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും പറയുന്നു, പട്ടയ പ്രശ്നത്തിന് അന്തിമമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. 4 ഏക്കർ വരെ ഉപാധിരഹിതമായി ജനങ്ങൾ കൈവശ കർഷകരിൽ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും. കസ്തൂരംഗൻ വിഷയത്തിലും ഇത് തന്നെയല്ലേ പ്രശ്നം? അതിലും അന്തിമമായിട്ടുള്ള തീരുമാനമായിട്ടില്ല. ഫൈനൽ നോട്ടിഫിക്കേഷൻ, അന്തിമ വിജ്ഞാപനം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ നമ്മളുടെ ആശങ്കകൾ അകറ്റുന്ന രീതിയിൽ, നമ്മളുടെ വാസകേന്ദ്രങ്ങളും കൃഷിഭൂമികളും തോട്ടങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ അന്തിമ വിജ്ഞാപനം ഇറക്കിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ള പ്രശ്നം നിൽക്കുന്നു. പട്ടയത്തിന്റെ പ്രശ്നത്തിലും അതുപോലെ കസ്തൂരിരംഗൻ വിഷയത്തിലും ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നാണ് ഫ്രാൻസിസ് ജോർജിന്റെ വിമർശനം. ഞാനതിന് മറുപടി പറയുക എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിരിക്കും. ആ നിലപാടാണ് എനിക്കും ഫ്രാൻസിസ് ജോർജിനും ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഒരുമിച്ചൊരു മുന്നണിയുടെ ഭാഗമല്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചല്ല ഈ കാര്യങ്ങളെല്ലാം തീരുമാനമെടുത്തത്. ഇപ്പോൾ അതിന് അങ്ങനെ പറയുന്നതിനകത്തൊരു ഔചിത്യക്കുറവുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ബഹുമാനപ്പെട്ട റോഷി പറഞ്ഞു, എൻ്റെയും റോഷിയുടെയും നിലപാട് അത് തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. അതല്ലേ ഞാൻ പറയുന്നുള്ളൂ, ഞാൻ വേറൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ അതിനകത്ത് എന്താണ് ഔചിത്യക്കുറവ്? അത് സത്യമാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളത് പറയുമ്പം ഇന്നിപ്പം നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനങ്ങളൊന്നും കർഷക വിരുദ്ധമായിരുന്നില്ല. ഞാനും രാജ്യത്തും തമ്മിലെടുത്ത തീരുമാനം എവിടെയെങ്കിലും കർഷക വിരുദ്ധമായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടോ? നമ്മൾ ഏതെങ്കിലും കമ്പനി കർഷക വിരുദ്ധമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ കർഷകർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളൂ. അതിനൊന്നും വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഒരുമിച്ചിരുന്ന് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പുനർചിന്തനം നടത്തേണ്ടി വരും. അതിരിക്കട്ടെ. ഒരുമിച്ചിരുന്ന് ചെയ്ത സമയത്ത് വിയോജിപ്പുണ്ടായിരുന്നോ താങ്കൾക്ക് കർഷകരുടെ പ്രശ്നത്തിൽ? ഞങ്ങൾ ഈ പ്രശ്നങ്ങളിലൊക്കെ ഇപ്പൊ ബഹുമാനപ്പെട്ട റോഷിക്ക് അറിയാം, ഞങ്ങളുടെ പാർട്ടിയുടെ വേദികളിൽ ഞങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ ഉന്നയിച്ചിരുന്നത് എന്നും എങ്ങനെയാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി വാദിച്ചിരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇതിനകത്ത് ലേവലേശം വെള്ളം ചേർത്തിട്ടില്ല. കാരണം ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറയേണ്ടതിനപ്പുറം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ നടന്ന സമരങ്ങളിൽ പൊതുവേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങളോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. ഇവിടെ ബിജു മാധവൻ പറഞ്ഞ പ്രസക്തമായ ഒരു വിഷയമാണ് പട്ടയ പ്രശ്നം. അങ്ങനെ ചർച്ച ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൽ വെറുതെ ചളവാക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ പട്ടയം, ഇവിടെ ഇടുക്കിയിലെ ജനങ്ങൾ ഇവിടെ കുടിയേറിയ കാലം മുതൽ ആഗ്രഹിച്ചു, കുറേയൊക്കെ കൊടുത്തു, ഇനിയും കൊടുക്കാനുണ്ട്. ഇത് തുടർ പ്രോസസ്സിങ്ങാണ്. ഇനി 2011 മുതൽ 2016 വരെ എത്ര പട്ടയം കേരളത്തിൽ കൊടുത്തു എന്നാണ് കേരളം ഭരിച്ചത്? ഇപ്പോൾ 2003 പെരിഞ്ചാങ്കോട്ട് ഉൾപ്പെടെയുള്ള പദ്ധതി പ്രദേശത്ത് പട്ടയം കൊടുക്കാനേ സാധ്യമല്ലായിരുന്നല്ലോ. 2003 പട്ടയം കൊടുക്കാൻ ബദേലിൽ റിസർവേ ഓഫീസും മരിക്കാശ്ശേരിയിലും രാജാക്കാട്ടിൽ ലാൻഡ് അസൈൻമെൻറ്റ് ഓഫീസ് ഓപ്പൺ ചെയ്ത് ഏത് ഗവൺമെൻറ്റാണ്? ഇപ്പം തങ്കമണി ഉൾപ്പെടെയുള്ള പ്രദേശം ഇവിടെ ചില സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു, മാറ്റി 21 പട്ടയം കൊടുത്തു. കഞ്ഞിക്കുടിയിലെ വെൺമണിയിൽ ചില സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു, മാറ്റി കഴിഞ്ഞ 21 പട്ടയം കൊടുത്തു. അപ്പോൾ ആ നിലയിൽ വാഴത്തോപ്പിൽ പട്ടയം കൊടുത്തു. ഇടുക്കി വില്ലേജിന്റെ ഭാഗമാണ് വാഴത്തോപ്പ് എന്ന് പറഞ്ഞത്. സംസാരിക്കുമ്പോൾ ഒരു മാന്യത പുലർത്തുക. ചോദിക്കാണ്ട് ഏത് ചോദ്യം ചോദിക്കാമല്ലോ, അതാണല്ലോ ഒരു ജനാധിപത്യ മര്യാദ. സംസാരിക്കുമ്പോൾ ഒരു മാന്യത പുലർത്തുക എന്നുള്ളൂ. നമുക്ക് ചോദിക്കാം, അതിനുള്ള അവസരം. എൻ്റെ സംസാരത്തെ തടസ്സപ്പെടുത്തണ്ട. ഇടുക്കി വില്ലേജ് കൊടുത്തതിൻ്റെ രേഖ ഞാൻ ഹാജരാക്കാം. 44,000 പട്ടയം ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കൊടുത്തു.
അതിന് തൊട്ട് പിന്നിലുണ്ടായിരുന്ന 5 വർഷം എത്ര പട്ടയം കൊടുത്തു എന്ന് കണക്കൂടെ സമർത്ഥിക്കേണ്ടി വരും. എന്റെ ചോദ്യം ബഹുമാനപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തോടാണ്. ഇപ്പോഴുള്ള കേന്ദ്ര സർക്കാർ NDA ഗവൺമെന്റ് മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെടുത്തത് വളരെ അനുകൂലമായ നിലപാടാണെന്ന് ബഹുമാനപ്പെട്ട MP ജോയ്സ് ജോർജ് പലതവണ തന്നെ പത്രസമ്മേളനം നടത്തി തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം ഇതെല്ലാം ഇങ്ങനെ ഇഷ്യൂ ആയി കൊണ്ടുവരികയും പിന്നീട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ എടുത്ത നടപടിയിൽ അങ്ങ് തൃപ്തനാണോ? പിന്നെ പട്ടയത്തിന്റെ കാര്യത്തിൽ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ ദിവസം വരെ സാറ് LDFന്റെ ഭാഗമായിരുന്നു, UDFന്റെ ഭാഗമായിരുന്നു. 60 വർഷമായി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പുറംചൊറിഞ്ഞു കൊടുക്കുന്ന സംവിധാനത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം പരസ്പരം ആക്ഷേപിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളെ വിഡ്ഢികളാക്കാനാണോ എന്നാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം ഉയർന്നു വരുന്ന വിഷയമാണോ മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയം? തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമല്ലല്ലോ. ഞാൻ എന്റെ ബഹുമാനപ്പെട്ട സ്നേഹിതനോടൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് BJP അങ്ങയുടെ കക്ഷിയുടെ നിലപാട്? ഈ മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് അങ്ങയുടെ കക്ഷിയുടെ നിലപാട് എന്താണ്? മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്തതാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ടാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം ഇവിടെ ജനവാസ മേഖലയെ ഒഴിവാക്കിക്കൊണ്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കാം, പരിസ്ഥിതി സംരക്ഷണം ഏർപ്പാടാക്കാം എന്ന തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുകയും പലതവണ കേരള ഗവൺമെന്റിനോട് ഏതൊക്കെ വില്ലേജുകൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് നിങ്ങൾ നടപ്പാക്കേണ്ടത്, നിങ്ങളതിൻ്റെ സർവേ നടത്തി ഒഴിവാക്കേണ്ട സ്ഥലങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള അതിൻ്റെ മാപ്പ് പൂർത്തിയാക്കി തരാൻ ആവശ്യപ്പെട്ടിട്ട് സമയത്ത് കേരള ഗവൺമെന്റ് നൽകാതിരുന്നതിൻ്റെ പേരിലാണ് ഇവിടെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കാതെ പോയതും അതുപോലെ തന്നെ ഈ വില്ലേജിൽ ഒഴിവാക്കാൻ സാധിക്കാതെ പോയതും. അതിന് ഏറ്റവും വലിയ തെളിവ് UDF സർക്കാരിന്റെ തെളിവ് ഞാൻ പറയട്ടെ. കോട്ടയം ജില്ലയിൽ തീർച്ചയായും കോട്ടയം ജില്ലയിൽ ഉമ്മൻചാണ്ടി സാറ് പ്രത്യേകമായ താല്പര്യം കാണിച്ചതുകൊണ്ട് കോട്ടയം ജില്ലയിലെ 4 വില്ലേജിൽ ഒഴിവായിപ്പോയി. എന്തുകൊണ്ട് ഇടുക്കിയിൽ അങ്ങനെ ഒഴിവാക്കാനായി ശ്രമം നടത്തിയില്ല? അതാണ് ഏറ്റവും വലിയ തെളിവ്. അപ്പോൾ ഒഴിവാക്കാനായി ശ്രമം നടത്താത്തതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ തീരാത്തത്. തീർച്ചയായും NDAയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് കേരള ഗവൺമെന്റിൽ സ്വാധീനം ഉണ്ടാവും, കേന്ദ്രത്തിൽ സ്വാധീനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തീർച്ചയായും എനിക്കൊരു അവസരം ലഭിച്ചാൽ ഈ ജനവാസ മേഖലയെ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകി കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ജനവാസ മേഖല ഒഴിവാക്കി റിപ്പോർട്ട് നടപ്പാക്കും. ശ്രീ റോഷി അഗസ്റ്റിൻ, കസ്തൂരിരംഗൻ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാവുകയാണെങ്കിൽ അതിന്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നത് ഇവർക്ക് രണ്ടുപേർക്കുമായിരിക്കുമോ? UDF സർക്കാരിന്റെ ആലംഭാവം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇടുക്കിയിലെ ജനങ്ങൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ 2.5 വർഷക്കാലം കൊണ്ട് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ആ സ്നേഹിതൻ കസ്തൂരിരംഗൻ വന്നതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് വരുന്നത് അദ്ദേഹം, ഈ മാവേലി വരുന്നത് പോലെയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് 3 പേരോടും കൂടിയാണ്. ബിജു മാധവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ആശുപത്രിയിൽ അറ്റാക്ക് വന്നാൽ, ജില്ലാ ആശുപത്രിയിൽ അറ്റാക്ക് വന്നാൽ എവിടെ കൊണ്ടുപോകുന്നു 3 സ്ഥാനാർത്ഥികൾ, ഒരു സ്ഥാനാർത്ഥി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാലം ഇരുന്ന MLAക്ക് ആശുപത്രി സ്ഥിതി അറിയാവുന്ന എനിക്ക് തോന്നുന്നത്. ഇത്രയും കെടുതകാര്യസ്ഥതയും അഴിമതിയുമുള്ള പാവപ്പെട്ടവർക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന പഴയ ജില്ലാശുപത്രിക്കുള്ളത്. അവിടെ ചെന്നാൽ എന്നും നിരന്തരമായി സമരം നടത്തുകയും നിരന്തരമായി ആൾക്കാർ ബഹളം വെക്കുകയും ചെയ്തിട്ട് ഈ സ്ഥലത്തെ MLA എന്ന നിലയിൽ റോഷി അഗസ്റ്റിന് എന്ത് ചെയ്യാൻ സാധിച്ചു? ജില്ലാ ആശുപത്രി, ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജും അവിടെ കയറി ചെല്ലുന്നവർക്ക് ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്തെല്ലാം മാർഗമുണ്ട്? അങ്ങനെ ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സർക്കാർ സ്ഥാപനം തീർച്ചയായിട്ടും നമുക്കിവിടെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു സ്ഥാപനം കൊണ്ടുവരാനും ആ സ്ഥാപനത്തിൽ നടപടികൾ സ്വീകരിക്കാനും അല്ലാതെ എല്ലാ ദിവസവും രാവിലെ ജനപ്രതിനിധികൾക്ക് ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് വന്നിരിക്കുന്ന ആക്ഷേപങ്ങള്, ബുദ്ധിമുട്ടുകള് അതൊക്കെ പരിഹരിക്കാനായിട്ടുള്ള ശ്രമം നടന്നു. പിന്നെ അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞു, ശരിയാ. ഇപ്പം നമുക്കൊരു അറ്റാക്ക് വന്നാൽ നമുക്ക് തൊട്ട് സൗകര്യമുള്ള ആശുപത്രിയിൽ പോകാൻ പറ്റുള്ളൂ. ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ അറ്റാക്കും കിഡ്നിയുടെ ട്രാൻസ്പ്ലാന്റേഷനും ഇന്നല്ല, അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനകത്തൊന്നും ബുദ്ധിമുട്ടില്ല, അതൊക്കെ മനസ്സിലാക്കാൻ സംശയമല്ല. നമുക്ക് ഇപ്പോ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് ഇനി വരുന്ന 10 വർഷം കൊണ്ട് അവിടെ സൗകര്യം ഉണ്ടാക്കുമോ എന്നല്ല നമ്മുടെ ചർച്ച. എന്തുകൊണ്ട് 1/2 നൂറ്റാണ്ട് കാലമായിട്ട് ഇടുക്കി ജില്ലക്കാർക്ക് ഒരു ചികിത്സാ സൗകര്യം ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മുടെ പോരായ്മ. അതാണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. ഇനി ഭാവിയിലോട്ട് പോകാന്നുള്ളതല്ല. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഞാൻ ഇന്നലെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കട്ടപ്പനയിൽ പോയി. താലൂക്ക് ആശുപത്രിയായി ഉയർത്തി എന്ന് പറയുന്നു. 8 ഡോക്ടേഴ്സ് കാണാനാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രി. അവിടെ താലൂക്ക് ആശുപത്രി ബോർഡ് വെച്ചാൽ താലൂക്ക് ആശുപത്രി ആവില്ല. തട്ടുകടയുടെ മേളിൽ കൊണ്ടുവന്ന് 5 സ്റ്റാർ ഹോട്ടൽ എന്ന് ബോർഡ് വെച്ചാൽ 5 സ്റ്റാർ ഹോട്ടലാവുമോ? അപ്പൊ ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോൾ ഇന്നലെ അവിടെ കണ്ട കാഴ്ച, ഒരു ഡോക്ടർ അവിടെ ഉള്ളത്. 8 ഡോക്ടർ കണ്ടത് ഒരു ഡോക്ടർ, ഒരു പീഡിയാട്രീഷ്യൻ വന്നാൽ അതുപോലും ലീവ് എടുത്ത് പോയി. അവിടെ രോഗികളെ ചികിത്സിക്കാൻ ഡോക്ടറില്ല, മരുന്നില്ല. എങ്ങനെ കട്ടപ്പനക്കാരോട് ചികിത്സിക്കും, ഇടുക്കിക്കാർ ചികിത്സിക്കും? താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് അവിടെ ആവശ്യമായ ഡോക്ടർമാരെ ഇനി അതിപ്പം ബിജു ഇപ്പോൾ ഉന്നയിച്ച സ്ഥിതിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അന്വേഷിക്കും. അത് ഗവൺമെന്റ് അതിനുള്ള മിഷനറി ഉണ്ട്. അവിടെ ജനറൽ ഫിസിഷ്യൻ എന്ന് പറഞ്ഞോട്ടെ, ജനറൽ ഫിസിഷ്യന് ഓർത്തോപീഡിയോ, പീഡിയാട്രിക്സ് ഉൾപ്പെടെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരും അനുബന്ധ ഡോക്ടർമാരെ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവർ ലീവ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ, അവർ ക്രമാനുഗതമായിട്ടുള്ള നയങ്ങളോ നടപടിയോ സ്വീകരിക്കാതെയാണ് ലീവ് കൊടുത്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും.
വിദ്യാഭ്യാസ രംഗത്ത് മറ്റു മുന്നോക്ക ജില്ലകളെ അപേക്ഷിച്ച് ഇടുക്കി ജില്ല പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രം അക്കാദമിക് ലെവലിൽ എല്ലായിടത്തും ഇടുക്കി പിന്നോട്ട് നിൽക്കുകയാണ്. മറ്റുള്ള മുന്നോക്ക ജില്ലകളായിട്ട് മത്സരിക്കുമ്പം ഇടുക്കി എപ്പോഴും പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥയാണ്. അതിന് താങ്കൾ അധികാരത്തിലെത്തുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ നിർദ്ദേശം? ഇവിടെ എൻ്റെ ഒരു കുഞ്ഞനുജത്തി ചോദിച്ചത്, ഇടുക്കി ജില്ല ഇപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കമായി നിൽക്കുന്നു, എന്താണ് അതിന് പരിഹാരം എന്നാണ് ആ കുട്ടിയുടെ ചോദ്യം എന്ന് പറയുന്നത്. തീർച്ചയായും നമുക്ക് നഗ്ന സത്യങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ ഒരു വെറ്റിനറി കോളേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ലോ കോളേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പ്രൊഫഷണൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് പ്രവർത്തിച്ച് മുന്നേറാൻ പറ്റുന്ന ആധുനിക കോഴ്സുകളുള്ള കോളേജുകളുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കില്ല. ഒരു എഞ്ചിനീയറിംഗ് കോളേജോ അല്ലെങ്കിൽ 1-2 ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊണ്ടൊന്നും ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉയർന്നു പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഇടുക്കി ജില്ല ഇപ്പോഴും വളരെ മോശമായ അവസ്ഥയിലാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, വിദ്യാഭ്യാസ രംഗത്തിന് തീർച്ചയായിട്ടും മുൻഗണന കൊടുക്കും. പരമാവധി വിദ്യാഭ്യാസ സ്ഥാനങ്ങൾ ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. തീർച്ചയായും പറഞ്ഞൊരു കാര്യം പറഞ്ഞോട്ടെ. അതിന് ഞാൻ സൗഹൃദപരമായ എന്റെ സുഹൃത്ത് എന്ന നിലയിൽ ജലാലോട് ഞാൻ മറുപടി പറയാം. നമ്മൾ ഒന്നാമത് തന്നെ ഇവിടെ ചെയ്യേണ്ടത്, ഒരിക്കലും നമ്മൾ വലിയ രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് നമ്മൾ ആന്ധ്ര ഉഗാണ്ട എന്നൊന്നും നമ്മൾ പറയരുത്. ഇടുക്കി മണ്ഡലം അത് മാത്രം പറയാം. ഇടുക്കിയെ സംബന്ധിച്ച് മോൾ ചോദിച്ച ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ദൃശ്യമായിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ പരിശോധിക്കണം. എഞ്ചിനീയറിംഗ് കോളേജ് 2003 നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. കട്ടപ്പനയിലും വാഴപ്പിലും മുരിക്കാശ്ശേരിയിലും കൊടയത്തൂരുമായി 240 കുട്ടികൾക്ക് സൗജന്യമായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച, ഇന്ന് മുഴുവൻ കുട്ടികൾക്ക് നടപടി സ്വീകരിച്ച ഒരു മണ്ഡലമാണ് ഇടുക്കി. ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇത് തർക്കം വേണ്ട. ഞാൻ വിദ്യാഭ്യാസ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡും കൂടെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിനും നമ്മൾ ആവശ്യമായ കെട്ടിട ഫണ്ടുകൾ കൊടുത്തു. വിദ്യാഭ്യാസ മേഖലയിൽ ഈ പറഞ്ഞ തരത്തിലുള്ള പുരോഗതി ഇടുക്കിക്ക് ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഇടുക്കിക്ക് ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടായത് 96-ലെ LDF ഗവൺമെൻറ് കാലത്താണ്. 96-ലെ LDF ഗവൺമെൻറ് കാലത്താണ് ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നത്, പോളിടെക്നിക്കുകൾ ആരംഭിക്കുന്നത്, 40-ലേറെ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിക്കുന്നത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ PJ ജോസഫിൻ്റെ നേതൃത്വത്തിൽ LDF ഗവൺമെൻറ് ഭാഗമായിരുന്നു കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ടുള്ള കുതിപ്പ് ഇടുക്കി നടത്തിയത് എന്ന് പറഞ്ഞാൽ ആരും നിഷേധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അങ്ങനെ ഇച്ഛാശക്തിയോടുകൂടി ഒരു ഗവൺമെൻറ്, ഏതെങ്കിലും ഒരു മന്ത്രിക്ക് തനിയെ ചെയ്യാൻ കഴിയുന്നതല്ലല്ലോ, ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തിൽ വരുന്ന തീരുമാനങ്ങളാണ് ഇതൊക്കെ. പിന്നീട് അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകളുടെ കാര്യത്തിൽ 6 സ്റ്റേറ്റ് ഹൈവേകൾ ഈ ജില്ലയുടെ വിവിധ മേഖലകളിലൂടെ കടന്നു പോകത്തക്ക രീതിയിൽ പ്രഖ്യാപിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഇന്നിപ്പോൾ അതൊക്കെ തന്നെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ആ രീതിയിൽ കൊണ്ടുവന്നതും 96-ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ശ്രീ ബിജു മാധവൻ, ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞു തൊഴിലവസരങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടെത്തണം. നമുക്ക് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു മേഖലയാണ് ടൂറിസം മേഖല, വിനോദസഞ്ചാര മേഖല. അവിടെ നമുക്കിവിടെ കൂടുതൽ ടൂറിസ്റ്റുകൾ വരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കണം. അപ്പോൾ ഈ 12 മാസവും നമുക്ക് ടൂറിസ്റ്റുകളെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ടൂറിസ്റ്റുകൾക്ക് നേരിട്ട് ഇവിടെ വന്നിറങ്ങാനുള്ള സൗകര്യം. അതോടൊപ്പം തന്നെ ഇടുക്കിയെ നമ്മളൊരു ജൈവ ജില്ലയാക്കണമെന്ന് പറയുന്നു. ജൈവ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാർഗോ ഫ്ലൈറ്റിൽ അയക്കാനുള്ള സൗകര്യം. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം നമുക്ക് ഉറപ്പാക്കാനും കഴിയുള്ളൂ. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അണക്കരയിൽ നമ്മൾ സ്ഥലം വരെ കണ്ടെത്തി, എയർപോർട്ട് അതോറിറ്റി സാങ്കേതിക റിപ്പോർട്ട് വരെ തയ്യാറാക്കി. പിന്നീടൊന്നും നടന്നില്ല. ബഹുമാനപ്പെട്ട സിറ്റിംഗ് MLA ശ്രീ റോഷി അഗസ്റ്റിനോടാണ് എൻ്റെ ചോദ്യം. താങ്കൾ ഇവിടെ പട്ടയ പ്രശ്നം വളരെ ഇങ്ങനെ തുടർച്ചയായിട്ട് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ കൊടുക്കണു എന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്തായി ഇടുക്കി വില്ലേജിലെ പട്ടയത്തിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ നിന്നും വെളിയിൽ നിന്ന് സർവേയർമാരും മറ്റുമൊക്കെ വാഴത്തോപ്പിൽ വന്ന് താമസിക്കുകയും അവർ ഈ കൈവശ ഭൂമി അളന്നക്കവും അതിൻ്റെ സ്കെച്ചും പ്ലാനും കൊടുക്കുകയല്ലാതെ ആ ജനങ്ങളിൽ നിന്നും അവർ കൈക്കൂലി വാങ്ങിക്കൊണ്ട് പോയതല്ലാതെ ഒരൊറ്റ പട്ടയം പോലും കൊടുത്തിട്ടില്ല. ഇടുക്കിയിൽ 98 പട്ടയം ഇടുക്കി വില്ലേജിൽ കൊടുത്തിട്ടുള്ളതായിട്ടാണ് പറയട്ടെ. മറുപടി വിശദീകരിക്കട്ടെ. MLA വിശദീകരിക്കട്ടെ. ആ മര്യാദ വേണമല്ലോ, വിശദീകരിക്കട്ടെ. ഇതേ ഞാൻ പറഞ്ഞത് എൻ്റെ കണക്ക് പറഞ്ഞതല്ലോ, എനിക്ക് നിയമസഭയിൽ തന്ന മറുപടി പറഞ്ഞതാണ്. ഇവിടെ പറയേണ്ടത് ഈ ചർച്ചയെ പങ്കെടുത്തുകൊണ്ട് ഞാൻ എന്നോട് ചോദിച്ച മിസ്റ്റർ മാധവൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. എന്നോട് ചോദ്യം ഉന്നയിച്ചത് അല്ല, അത് വേണമെങ്കിൽ ചോദിക്കാം. ഞാനിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുക. അത് അങ്ങനെയൊന്നുമില്ല, അതെന്തും ഒരു ആവശ്യമില്ല. 98 പട്ടയങ്ങൾ നമ്മൾ ആ നിലയിൽ കൊടുക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ കൊന്നത്തടി പഞ്ചായത്തിൽ 619 പട്ടയവും, വാത്തുക്കുടിയിൽ 1910, ഉപ്പതോട് 598, തങ്കമണി 2874, കഞ്ഞിക്കുഴി 34, കട്ടപ്പന 453, കാഞ്ചിയാർ 110, അങ്ങനെ 7686 പട്ടയവുമാണ്
ഈ നിയമസഭാ മണ്ഡലത്തിൽ 10,000 താഴെ പട്ടയങ്ങൾ കൊടുക്കാൻ സാധിച്ചിരിക്കുന്നു. കാലങ്ങളായിട്ട് ഇടുക്കി നിയോജകമണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും യോഗ്യരായിട്ട് MLA ആയിട്ട് മത്സരിക്കാൻ ആരും ഇടുക്കിയിൽ ജന്മം കൊണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇടുക്കിയിൽ ജന്മമെടുത്ത ഇടുക്കിക്കാരനായ ശ്രീ ബിജു മാധവൻ ഇടുക്കിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ വളരെയധികം അന്യ സംസ്ഥാനത്ത് പോയിട്ട് ശമ്പളം എല്ലാം കിട്ടാതെ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ ലോൺ എടുത്ത് ആത്മഹത്യയുടെ വക്കിലേക്ക് നിൽക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ഇപ്പോൾ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യും? അതുപോലെ താങ്കൾ മത്സരിക്കുന്നത് ത്രികോണ മത്സരത്തിലാണോ അതോ താങ്കൾ മത്സരിക്കുന്നത് ഏത് മുന്നണിയോടാണ്? കാരണം നമുക്കിവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ രണ്ടുപേരും ഒരു പക്ഷത്തുള്ളവരാണ് ഇന്നലെ വരെ. അപ്പം നിങ്ങൾ മത്സരിക്കുന്ന UDF-നോടാണോ അതോ ഇവിടെ ത്രികോണ മത്സരമാണോ ഇടുക്കിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഇവിടെ വരുന്ന ജനപ്രതിനിധികൾക്ക് കർഷകരോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായും മുൻകൈ എടുക്കേണ്ട ഒരു വിഷയമായിരുന്നു നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ നഴ്സിംഗ് ജോലി എടുക്കുന്ന അവരുടെ ശമ്പളത്തിൻ്റെ ഒരു വിഷയം. 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ മുടക്കി നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി, വിദ്യാഭ്യാസ വായ്പ എടുത്ത് പലിശ നൽകി ആ പഠനം പൂർത്തിയാക്കി. ആ പാവപ്പെട്ട മാലാഹമാർ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് ചെന്നാൽ ഇപ്പോഴും അവർക്ക് 5,000-6,000 രൂപയുള്ള തുച്ഛമായ ശമ്പളമേ ഉള്ളൂ എന്നുള്ളത് സത്യമാണ്. തീർച്ചയായും എനിക്കൊരു അവസരം കിട്ടിയാൽ ആ പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഞാൻ ഉണ്ടാവും, അതിന് പരിഹാരം ഉണ്ടാക്കും എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ചോദ്യം കൂടി ഉണ്ട് പ്ലീസ്. ഞാൻ ഒരു മുന്നണിയുമായിട്ടുള്ള മത്സരമല്ല. എനിക്ക് ഇടുക്കിയിലെ വിഷയങ്ങളിൽ ഇവിടുത്തുകാർ എന്ന നിലയിൽ ഈ വിഷയങ്ങളിൽ ഇടപെടാനൊരു താല്പര്യമുണ്ട്. തീർച്ചയായും അത് ഇടുക്കിക്കാർ തിരിച്ചറിയും. എന്നെ ഇടുക്കിക്കാർ സ്വീകരിക്കുന്ന വിശ്വാസം ഞാൻ ഇറങ്ങാണ്. ഞാൻ പ്രത്യേകിച്ച് ഒരു വ്യക്തി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ വിജയത്തിന് അടിസ്ഥാനമായത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിലപാടായിരുന്നു. ഇക്കുറി ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പൂർണ്ണമായ പിന്തുണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ താങ്കൾക്കുണ്ടോ ഇടുക്കിയിൽ? അല്ല, അതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. ആരെ പിന്തുണയ്ക്കണം എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ ജനങ്ങൾ ഉൾപ്പെടുന്ന സംഘടനകളോ പ്രസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള തീരുമാനമെടുക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമൊക്കെയാണ് താങ്കൾ ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഇവിടെ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്, വിദ്യാഭ്യാസ പ്രശ്നങ്ങളുമുണ്ട്, അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യവുമുണ്ട്. അതോടൊപ്പം ഞാൻ പറഞ്ഞതുപോലുള്ള ഏറ്റവും മൗലികമായിട്ടുള്ള പട്ടയത്തിൻ്റെയും കസ്തൂരിരംഗൻ്റെയും EFL-ൻ്റെയും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിൽ സമാന ചിന്താഗതി ഉള്ളവർ പിന്തുണയ്ക്കും. അതിപ്പോൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയാണോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. ആർക്കും പിന്തുണയ്ക്കാം. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ രാഷ്ട്രീയ നിലപാട് താങ്കൾക്ക് ഇത്തവണ പ്രതിസന്ധി ഉണ്ടാക്കുമോ 4ാം വട്ടം ഇടുക്കിയിൽ? എനിക്കൊരു തവണയും പ്രതിസന്ധി ഉണ്ടാക്കിയല്ല. കാരണം ഇടുക്കിയിലെ ജനങ്ങളെ ഒരുമിച്ചൊരു യൂണിറ്റായിട്ട് ഞാൻ കാണുന്നത്, വിഭാഗീയമായി കാണുന്നില്ല. അത് വിവിധ തട്ടുകളിലും വിവിധ മേഖലയിലും വിവിധ പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്നവരാ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 15 വർഷമായി ഇടുക്കിയിലെ ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അവർ ഏത് കാര്യത്തിലും ഒരു ആത്മാർത്ഥത കുറഞ്ഞ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇടുക്കിയെ സംബന്ധിച്ച് ഇപ്പോൾ ബിജു ചോദിച്ചൊരു കാര്യം വസ്തുതയാണ്. ചെറുതോണിയിലെ പാലത്തിൻ്റെ നടപടി എവിടം വരെയായി എന്ന് ഇപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്നില്ലെങ്കിലും ഒരു വിവരാവകാശ നിയമം വെച്ചാൽ അത് ലഭിക്കും. എനിക്ക് ബഹുമാനപ്പെട്ട ഫ്രാൻസിനോടാണ് ചോദിക്കാനുള്ളത്. താങ്കൾ ഇവിടെ MP ആയിട്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ഇടുക്കി പാക്കേജ്, അതുപോലെ തന്നെ ഇടുക്കി ഉദ്യാന പദ്ധതി, ഇവിടെ ഇടുക്കിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഉദ്യാന പദ്ധതി ഉണ്ട്, അത് കോടികളുടെ നിർമ്മാണ പദ്ധതിയാണെന്ന് പറഞ്ഞ് അതിൻ്റെ തുടർ നടപടിക്രമങ്ങളൊന്നും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് അറിയണം. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഒരു ഗവൺമെന്റിന്റെ കാലത്ത് ഇപ്പോഴത്തെ MP ഒന്നും അല്ല, ഇപ്പോഴത്തെ MP-നെ ഒന്നും കുറ്റം പറയണ്ട. ഇപ്പോഴത്തെ MP വന്നപ്പോഴത്തേക്കും അല്ലല്ല, ഇപ്പോഴത്തെ MP എങ്ങനെ കാരണക്കാരാണ്? അല്ലല്ല, അത് പറയല്ലേ. ഇപ്പോഴത്തെ MP ഒന്നും അല്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന MP എന്ന് പറയും. ഇതിന് മുമ്പുണ്ടായിരുന്ന MP അല്ലല്ല, ഇപ്പോഴത്തെ MP വന്നപ്പോഴത്തേക്ക് അതിൽ ആപ്സായി പോയി. 2009 ശേഷം 5 വർഷക്കാലം ഉണ്ടായിരുന്നു, 2014 വരെ. ആ 5 വർഷക്കാലവും ഇടുക്കി പാക്കേജിന്റെ കാര്യത്തിലും ഇടുക്കി ഉദ്യാന പദ്ധതിയുടെ കാര്യത്തിലും ഒന്നും നടന്നില്ല. ഞാനിവിടെ ജനപ്രതിനിധി ആയി കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ, അത് വീണ്ടും പുനർജീവിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള സാധ്യതകൾ ആരായി എനിക്ക് 100% ഉറപ്പ് പറയാൻ കഴിയില്ല. കേന്ദ്രമൊക്കെ ആയിക്കോട്ടെ, കേന്ദ്രത്തിൽ ഫലപ്രദമായി കാര്യങ്ങൾ പറയണം. ഇടുക്കിയുടെ ജില്ലാ ആസ്ഥാനം ഇടുക്കിയിലാണ്. ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ ജില്ലാതല ഓഫീസുകൾ പലതും പ്രവർത്തിക്കുന്നുണ്ട്. താങ്കൾ ഈ കഴിഞ്ഞ 15 വർഷ കാലയളവിനിടയ്ക്ക് എത്ര ജില്ലാ ഓഫീസുകൾ ഇടുക്കിയിലേക്ക് കൊണ്ടുവന്നു? കട്ടപ്പനയിലും തൊടുപുഴയിലും മറ്റ് പല സ്ഥലങ്ങളും ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കേണ്ട പല ഓഫീസുകളും, 100 കണക്കിന് ഓഫീസുകൾ ഇപ്പോഴും തൊടുപുഴയും മൂലമറ്റത്തും കട്ടപ്പനയിലുമായി പ്രവർത്തിക്കുകയാണ്. എത്ര ഓഫീസുകൾ ജില്ലാതല ഓഫീസുകൾ ഇടുക്കിയിൽ കൊണ്ടുവന്നു എന്ന് താങ്കൾ വ്യക്തമാക്കണം. ഞാൻ MLA ആയതിനു ശേഷം ജില്ലാതലത്തിൽ ഉണ്ടാകേണ്ട ഒരു ഓഫീസ് പോലും ഇടുക്കി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലല്ലാതെ വേറെ ഒരിടത്തും ആരംഭിച്ചിട്ടില്ല. 15 വർഷം മുമ്പ് ഏതെങ്കിലും MLA-മാരുടെ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ആരംഭിച്ച ഓഫീസുകൾ അവിടുത്തെ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട്
ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന് ഞാൻ ഇടയായി നിന്നിട്ടുമില്ല. ഞാൻ വന്നതിന് ശേഷമുള്ള എല്ലാ ഓഫീസുകളും ഇടുക്കിയിലേ ഉള്ളൂ. 15 വർഷത്തിനകം എവിടെയെങ്കിലും ഒരു ജില്ലാ ഓഫീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇട്ട് രൂപപ്പെട്ടതായിട്ട് കാണിച്ചാൽ അതിന് ഞാൻ മറുപടി പറയാം. കഴിഞ്ഞ തവണ UDF സർക്കാർ ഇടുക്കിയിൽ വെച്ച് ഒരു പട്ടയ മേള സംഘടിപ്പിച്ചു. അതിന് തൊട്ട് മുന്നേ റവന്യൂ മന്ത്രി അടൂർ പ്രകാശുമായിട്ട് താങ്കൾ ഇടുക്കി കളക്ടറേറ്റ് വെച്ച് പറഞ്ഞു ഈ ഗാന്ധിനഗർ കോളനിക്ക് പട്ടയ നടപടികൾ സ്വീകരിക്കും, നടപടികൾ തുടങ്ങിയെന്ന് പറഞ്ഞു. ഈ ഗാന്ധിനഗറിൻ്റെ ഒരു ഭാഗമാണ് ഇടുക്കി ഐഡിയ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ വെച്ച് പട്ടയത്തിൻ്റെ നടപടികൾ തുടങ്ങിയിട്ടും ഈ ഭാഗത്തെ ഒരാളെ പോലും പട്ടയത്തിന് വേണ്ടി താങ്കൾ സ്വീകരിച്ചില്ല. ഒന്നും കൂടി ഇനിയുണ്ട്. ബഹുമാനപ്പെട്ട മുൻ എം പി ഫ്രാൻസിസ് ജോർജ് സാറ് കൊണ്ടുവന്ന ഇടുക്കി പാർക്ക് അന്നത്തെ കാലഘട്ടങ്ങളിൽ നവീകരിച്ചിട്ട് അതിന് ഉദ്ഘാടനത്തിൽ താങ്കൾ വന്നപ്പോൾ താങ്കൾ പറഞ്ഞു ഈ കോളനിയുടെ വികസനം ബന്ധപ്പെട്ടുകൊണ്ട് 1 കോടി രൂപ അനുവദിക്കുമെന്ന് പറഞ്ഞു. താങ്കൾ തന്നില്ല. പിന്നെ ഒന്ന് ഈ വ്യവസായ കേന്ദ്രം ചെറുതോണി റോഡിന് 10 ലക്ഷം രൂപ പറഞ്ഞു. താങ്കൾ തന്നില്ല. ഞങ്ങളുടെ ക്ലബിൻ്റെ ഉദ്ഘാടനത്തിൽ താങ്കൾ വന്നു ഒരു 50,000 രൂപ ഓഫർ ചെയ്തു. താങ്കൾ തന്നില്ല. ഏറ്റവും അവസാനം ഞങ്ങൾ ചോദിക്കട്ടെ, ഏറ്റവും അവസാനം യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി ഈ ഗാന്ധിനഗർ കോളനി ദത്തെടുത്തു. അതിൻ്റെ ഉദ്ഘാടനമായിട്ട് പ്രിയപ്പെട്ട MLA കടന്നു വന്ന് അവിടെ വെച്ച് ആ കമ്മ്യൂണിറ്റി കാർഡിന് 2 ലക്ഷം രൂപ താങ്കൾ പ്രഖ്യാപിച്ചു. അതും തന്നില്ല. നിരന്തരം ഒരു 5-6 വാഗ്ദാനങ്ങൾ 1 കോടി 17 ലക്ഷം രൂപയുടെ വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ച ഒരു MLA ആയിട്ട് പോകുമോ? അതിനെക്കുറിച്ച് പറയാനുള്ള പ്രിയപ്പെട്ടവരോട് ചോദിക്കും, മറുപടി ചോദിക്കുക. നിരന്തരം വാഗ്ദാന ലംഘനം നടത്തുന്ന MLA ആണോ? ഞാൻ വാഗ്ദാനങ്ങൾ പറയുകയും ചെയ്ത വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ ധൈര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോന്ന് പറഞ്ഞോട്ടെ, എനിക്ക് പറയാനുള്ള അവസരം. നമ്മൾ എവിടെയെങ്കിലും ഒരു കാര്യം ചെയ്തില്ലല്ലോ കുറവ് വന്നാൽ ഉടനെ അത് വാഗ്ദാന ലംഘനമായി ചിത്രീകരിക്കേണ്ടതില്ല. വാഗ്ദാനം പറയാൻ അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്താൻ ഞാൻ ഉറപ്പ് കാണിക്കുന്ന സന്ദർഭം ഞാൻ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനായിട്ട് മാറുകയാണ്. ഉദ്യാന പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് ഭരണാനുമതി നോക്കാം. എനിക്ക് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാവുന്ന തലത്തിൽ യാത്രീ നിവാസ് പണിയാൻ 5 കോടി രൂപ അനുവദിച്ച് ഭരണാനുമതി കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചാൽ അറിയാം. അതേ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുള്ളൂ. അതവിടെ ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും 2 ലക്ഷം രൂപ അവിടെ ലഭിച്ചില്ലെങ്കിൽ അതിൻ്റെതായ സാഹചര്യങ്ങളോ സാങ്കേതിക തടസ്സമോ ഉണ്ടാകും. അല്ലാതെ ഒരിക്കലും അങ്ങനെ പറഞ്ഞ് കളിപ്പിക്കാനാണെങ്കിൽ ചെയ്ത കാര്യങ്ങളെല്ലാം കളിപ്പിച്ചതാണോ? അത് അങ്ങനെ ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കഴിയുന്നത്ര ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗാന്ധിനഗർ കോളനിയിൽ അബ്ബാസ് ഒന്ന് ശ്രദ്ധിക്കണം. ഗാന്ധിനഗർ കോളനിയിൽ പട്ടയം കൊടുക്കുമെന്ന് ഞാൻ എവിടെ വെച്ചാ പറഞ്ഞത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ നിലയിൽ ഇടുക്കി വില്ലേജിന്റെ ഭാഗമായ പല പ്രദേശത്ത് പട്ടയം കൊടുത്തു. ഗാന്ധിനഗറിലും പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്ന നിലയിലല്ലാതെ അതിനകത്തൊരു തടസ്സം ഉണ്ടാകാനുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. അബ്ബാസ് പറഞ്ഞ കാര്യം അങ്ങനെയെങ്കിലും പരിശോധിക്കുക. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ശരിയായിട്ട് ഇടുക്കി മെഡിക്കൽ കോളേജ് വന്നിട്ട് അധികകാലമായിട്ടില്ല. അപ്പോൾ നിലവിൽ ജില്ലാ ആശുപത്രി അവിടെ ഉണ്ടോ? എൻ്റെ ആദ്യ ചോദ്യം, നിലവിൽ ജില്ലാ ആശുപത്രി ഇവിടെ ഇടുക്കിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ട് എങ്കിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി എവിടെ പോയി? രണ്ടാമത്തെ ചോദ്യം 15 വർഷമായിട്ട് ഇടുക്കി ജില്ലാ ആശുപത്രിക്ക് ഈ മെഡിക്കൽ കോളേജ് വരുന്നതിന് മുമ്പ് അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ രീതിയിലുള്ള ഫണ്ടുകൾ, ഏതെങ്കിലും ഫണ്ടുകൾ ഈ ആശുപത്രി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് മറുപടി. പ്രസക്തമായ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഇടുക്കി ജില്ലാ ആശുപത്രി ഒന്ന് സംസാരിക്കട്ടെ. ഇടുക്കി ജില്ലാ ആശുപത്രി അപ്ഗ്രേഡ് ചെയ്താണല്ലോ മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്നത്. അതാണല്ലോ ഗവൺമെന്റ് ഉത്തരവ്. എന്തുകൊണ്ടാണ് ഈ ജില്ലാ ആശുപത്രി നിലനിർത്തുന്നത്? അവിടുത്തെ ചികിത്സാ യൂണിറ്റായി ജില്ലാ ആശുപത്രിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നിങ്ങൾ മാറ്റണം. ഒരു ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രി ആകാവൂ എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഈ ആശുപത്രി കൊണ്ടുപോയെന്ന് പറയുന്നത്. ഒരു ജില്ലയിൽ ഒന്നല്ല, നിരവധി ജില്ലാ ആശുപത്രികളാകാം. നമുക്ക് വേണ്ടത് നമ്മുടെ ഉടുമ്പൻചോലയും പീരുമേടും ദേവികുളവും ഒക്കെ സൗകര്യങ്ങൾ കൊണ്ടുവന്ന് അവിടെയും ജില്ലാ ആശുപത്രിയുടെ സ്റ്റാറ്റസിലേക്ക് ഉയർത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ചെറുതോണി തോട്ടില് സാർ ഇവിടെ MLA ആയിട്ട് വന്ന കാലത്ത് ഞങ്ങൾക്ക് ഒരു വോളിബോൾ കോർട്ട് പണിത് തന്നായിരുന്നു. അതിന് 10-60,000 രൂപ മുടക്കുണ്ടായിരുന്നു. അത് മഴക്കാലം ആകുമ്പോൾ വെള്ളം കയറി അങ്ങ് പോകും. അത് എല്ലാ കൊല്ലവും പണിയുന്നത് ഞങ്ങൾ തന്നെയായിരുന്നു. ഇവിടെ സാറ് പാലം വേണമെന്നൊക്കെ പറഞ്ഞു. എന്നതിനാ സാറേ പാലം? പഞ്ചായത്ത് കൊണ്ട് നിരത്തി അവിടെ കല്ലിട്ട് മൂടി പാർക്കിംഗ് ഗ്രൗണ്ട് ആക്കിയില്ല. ശകലം കൂടെ പൊക്കിയ പാലത്തിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ആ ഗ്രൗണ്ട് വോളിബോളിന്റെ ഗാന്ധിനഗർ കോളനി തൊട്ട് ഇടുക്കി വരെ ഞങ്ങൾക്ക് വളരെയേറെ ഞാൻ അതിനെ കുറിച്ച് മറുപടി പറയട്ടെ. വോളിബോൾ കോർട്ട് നഷ്ടമാകരുതെന്ന്
അന്നും ഇന്നും ഒരേ നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. ആ കോർട്ട് ഉണ്ടാക്കിയതും പാർക്കിംഗ് ഗ്രൗണ്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്താലും താഴെ വോളിബോൾ കോർട്ട് നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ കളിക്കാൻ വരുന്ന കുട്ടികൾക്കുള്ള സൗകര്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികളിൽ ഒരിക്കലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട MLA സാറിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. സാർ ഈ കോളനി കിട്ടിയിട്ട് 33 വർഷമായി. സാർ ആ കോളനി ദത്തെടുത്തതാണോ? ദത്തെടുത്തതാണോ സാർ ആ കോളനി? ആ കോളനിക്ക് എന്ത് ചെയ്തു? പട്ടികജാതി എന്ന് പ്രഖ്യാപിച്ചോ? കുടിവെള്ളം തന്നോ? 10 ലക്ഷം രൂപ അനുവദിച്ച് റോഡിന് തന്നോ? ഞങ്ങളുടെ എസിയുടെ ഫണ്ടിന് വഴക്കുണ്ടാക്കി മേടിച്ചാണ് ആ വെള്ളം കുടിക്കുന്നത്. ഞങ്ങൾ വെള്ളം കുടിക്കുന്നത് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ സംസാരിക്കട്ടെ. ജില്ലാ ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാല് ജില്ലാ ആശുപത്രിയിൽ ചെന്ന് മരുന്നിന് തരുമ്പം എന്റെ കരളിന് വീക്കമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. അവിടെ നിന്ന് കുറിച്ച് തരുമ്പം അവിടുന്ന് എന്താ മരുന്ന് തരാത്തത്? അവിടുത്തെ കൊണ്ടിരുന്ന മരുന്ന് എന്ത് ചെയ്യുകയാണ്? ഞങ്ങൾ രോഗിയൊക്കെ എന്തുകൊണ്ട് തരുന്നില്ല? ഞങ്ങൾ എങ്ങോട്ട് പോകണം? 10 പൈസയ്ക്ക് പണിയെടുക്കാൻ നിവർത്തിയില്ല. എനിക്ക് 10 പൈസ വണ്ടിക്കൂലി പണിക്ക് പോകാൻ നിവർത്തിയില്ല. ഇവിടുത്തെ ഒരു MLA സാറ് ചോദിക്കണം. ഞാനും ഒരു പാലക്കാരിയാ. റോസേഷൻ സാർ അത് മനസ്സിലാക്കണം. അറിയാവോ? സാറിൻ്റെതായ ആ രക്തം തിളയ്ക്കുന്നത് പോലെ അത് പറയുമ്പോൾ എനിക്കും ഉണ്ടാവും. 33 വർഷമായ കോളനിക്ക് സാർ എന്തേലും ചെയ്തോ? ദത്തെടുത്തിട്ട് ചെയ്തോ? ഞങ്ങൾ തന്തയില്ലാത്ത മക്കളെ പോലാക്കിയിട്ട് 15 വർഷമായി എന്ന് പറയുമ്പം 33 വർഷത്തിന്റെ പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് 17 വർഷമുണ്ട്. ആ കോളനിയുടെ നിലപാടുകളും അവിടുത്തെ രേഖകളും നമുക്ക് പരിശോധിക്കേണ്ടി വരും. അവിടെ ഒരു കോളനിയാക്കി നമ്മൾ എടുക്കുമ്പോൾ SCO STO കോളനി ആണെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ജനസംഖ്യ അവിടെ വേണം. നമുക്ക് കോളനിയിൽ നമ്മളെ നിയമപരമായിട്ട് അന്വേഷിക്കണം. നമുക്ക് ചെയ്യാൻ ഇപ്പോൾ ഒരു കാര്യം ചേച്ചിയൊരു കാര്യത്തിന് ചെല്ലുക, നിയമാനുസൃതമായി ചെയ്ത് കിട്ടുന്നതല്ലേ ചെയ്തു തരാൻ പറ്റുള്ളൂ. ഇവിടെ അതിനുള്ള പോപ്പുലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഉമ്മൻചാണ്ടി കോളനിയുടെ കോളനി, കാഞ്ചിയാറ് കോവിൽമല രാജാവിൻ്റെ കോളനി, അവിടെ ആ പോപ്പുലേഷൻ ഉണ്ട്, അവിടെ ചെയ്യാൻ കഴിഞ്ഞു. അപ്പം ഇവിടെ ഉണ്ടായ വിഷയങ്ങൾ പരിഹരിക്കണമെങ്കിൽ തർക്കങ്ങളല്ല ആവശ്യം. ആ വിഷയം പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല, ആ പോപ്പുലേഷൻ ബേസിൽ ചെയ്യാൻ പറ്റൂ. നിയമം മാറ്റി ചെയ്യാൻ സാധ്യമല്ല. അവിടെ കഴിയുന്നത്ര എല്ലാ കാര്യങ്ങളും എല്ലാവരോടായിട്ടുള്ള ചോദ്യം. അതായത് ശ്രീ ഫ്രാൻസിസ് ജോർജ്, നേരത്തെ താങ്കൾക്ക് നേരെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം നിങ്ങളെല്ലാം ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നാണ്. താങ്കൾ പാർട്ടി വിടാൻ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ഇത്തവണ ഇടുക്കിയിൽ ചർച്ചാ വിഷയമാകുമോ? ബാർക്കോഴ വിഷയത്തിൽ, മദ്യനിരോധനത്തിന്റെ കാര്യത്തിൽ, സോളാർ വിഷയം, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ച ചെയ്യപ്പെടുന്ന പൊതു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരുമോ? അല്ല, അതൊക്കെ ഉയർന്നു വരാം. വരില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ വരട്ടെ. വരുമ്പോൾ അതിൻ്റെ മുറയ്ക്ക് ചർച്ചകൾ നടക്കും. ഞാനിപ്പോൾ ഈ ഒരു വേദിയിൽ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബാർക്കോഴയോ അല്ലെങ്കിൽ മറ്റാരോപണങ്ങളോ സോളാറോ ഏത് വിഷയം വന്നാലും അത് സംബന്ധിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള നിലപാടുകളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങളിൽ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. അഴിമതിരഹിതമായിട്ടുള്ള സൽഭരണം എന്നുള്ളതാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വാഗ്ദാനം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകും. കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. കേരളത്തിൻ്റെ ഇവിടെ പറഞ്ഞ നമ്മളിവിടെ ചർച്ച ചെയ്ത എല്ലാ മേഖലകളിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന 5 വർഷക്കാലം ഒരു ദീർഘവീക്ഷണത്തോടു കൂടി വരുന്ന ഒരു 25-30 വർഷക്കാലം കേരളം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള നിലയിൽ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുകയും അത് ഈ ലഭ്യമാകുന്ന അവസരം ഉപയോഗിച്ച് സമയബന്ധിതമായി ആ കാര്യങ്ങൾ സുതാര്യമായി അഴിമതിരഹിതമായി നടപ്പിലാക്കുകയും. ശ്രീ ബിജു മാധവൻ, താങ്കളുടെ ഇടത്തും വലത്തും നിൽക്കുന്ന സ്ഥാനാർത്ഥികളോട് സൗമനസ്യം കാണിച്ചിട്ടുണ്ട് ഇടുക്കി. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ തവണ. ഇത്തവണ അവർ വീണ്ടും ഇടുക്കി മണ്ഡലത്തിൽ വരികയാണ്. ഏത് വിഭാഗം ജനങ്ങളുടെ വോട്ടിലാണ് താങ്കൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടി NDA എന്ന മുന്നണി കണ്ണുവെച്ചിരിക്കുന്നത്? സമ്പന്നന്മാരെ വീണ്ടും സമ്പന്നന്മാരാക്കുന്ന ഒരു സംവിധാനമല്ല എൻ്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും ഇവിടുത്തെ പാവപ്പെട്ടനാണ് ഇവിടെ ആൾക്കാർ മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട പിന്നോക്ക ജാതിക്കാരുണ്ട്, SC STക്കാരുണ്ട്, ആദിവാസികളുണ്ട്. അവരുടെ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നില്ലല്ലോ. 4 ഏക്കർ ഭൂമിക്ക് മേളിലുള്ള ആൾക്കാർക്ക് ഇനിയും പട്ടയം കൊടുക്കണം തർക്കം വരുന്നുണ്ട്. അത് കൊടുക്കണമെന്നല്ല. പക്ഷേ എന്തുകൊണ്ട് ഒരു സെന്റ് ഭൂമി ഇല്ലാത്ത ആൾക്കാർക്ക് ഭൂമി കൊടുത്ത് പട്ടയം കൊടുക്കണം ഇവിടെ പറയാൻ ആളില്ല. അപ്പോൾ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ തീർച്ചയായും ഊന്നൽ കൊടുക്കും. പിന്നോക്കക്കാരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കും. എല്ലാ സമുദായത്തിലുള്ള ആൾക്കാരുടെ കാര്യത്തിലും ഒരേ രീതിയിലോട്ട് പരിഗണന നൽകിക്കൊണ്ട് പ്രവർത്തനമാക്കി നൽകാൻ പോകുന്നത്. ഇവിടെ വോളിബോൾ കോർട്ടിൽ എന്ന് പറഞ്ഞു, ശരിയല്ലേ? എത്രയോ ജില്ലകളിലെ വലിയ സ്റ്റേഡിയങ്ങളും ഫുട്ബോൾ കോർട്ടും വോളിബോൾ കോർട്ടും എന്തുകൊണ്ട് വന്നില്ല? ഒരു കാര്യം കൂടി ചെറുതോണിക്കാരോട് ഞാൻ പറയുന്ന സത്യം നിങ്ങൾ കേട്ടോ. കേരള സംസ്ഥാനത്തിൽ പറയട്ടെ ജലാലെ, കേരള സംസ്ഥാനത്തിൽ 14 ജില്ലകളുള്ളതിൽ 13 ജില്ലകളിലും ജില്ലാ ആസ്ഥാനത്ത് ഡിപ്പോ ഉണ്ട്. ഇല്ലാത്തത് ഇവിടെ മാത്രമാണ്. ഈ ജില്ലാ ആസ്ഥാനത്ത് ട്രാൻസ്പോർട്ട് ഡിപ്പോ പോലും ഇല്ല. ഈ ചെറുതോണിക്കാർക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ. എല്ലാ 13 ജില്ലകളിലുണ്ട്. എന്ത് വികസനം? അതുകൊണ്ട് അതുപോലെ ഇവിടെ ഈ ചെറുതോണി, അല്ല ഞാൻ പറയട്ടെ, ഈ ചെറുതോണിക്കാര് ഇവിടുത്തെ വാഹന തൊഴിലാളികളുണ്ട്, ടാക്സി ഓടിക്കുന്നവരുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരുണ്ട്,
ഇവരുടെയൊക്കെ കോടാനുകോടി രൂപ ഈ പാവപ്പെട്ട ആൾക്കാരുടെ ടാക്സ് അടയ്ക്കുമ്പോൾ ക്ഷേമനിധി എന്ന് പറയുന്ന പൈസ ക്ഷേമനിധി ബോർഡിലോട്ട് ഈ ടാക്സി ഓടിക്കുന്ന പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ ആൾക്കാർ, ടാക്സി ജീവനക്കാർ, കാർ ഓടിക്കുന്നവർ, ലോറി ഓടിക്കുന്നവർ, ഇവരുടെ എല്ലാം ഈ കോടാനുകോടി രൂപ ഫണ്ട് ഗവൺമെന്റ് വാങ്ങി വെച്ചിട്ട് അത് വകമാറ്റി ചെലവഴിച്ചു. 3 കോടി രൂപ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഈ പാവപ്പെട്ട തൊഴിലാളികൾ പെൻഷൻ കൊടുക്കാൻ സാധിച്ചോ? അവർക്ക് ചികിത്സാ സൗകര്യം കൊടുക്കാൻ സാധിച്ചോ? അതുകൊണ്ട് എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാര ജനങ്ങളുടെ വോട്ടാണ്, സമ്പന്നന്മാരുടെ അല്ല. എനിക്കുള്ള ചോദ്യം ശ്രീ ഫ്രാൻസിസ് ജോർജിനോടാണ്. ഈ ജില്ലാ ആശുപത്രിയുടെ സ്റ്റാറ്റസ് പല ആശുപത്രികൾക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് UDFന്റെ വക്താവായി നിന്ന ആള് ഇന്നൊരു സ്ഥാനമാനം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമായി ഇപ്പോൾ മത്സരിക്കുമ്പോൾ ജനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ചോദ്യം ചോദിക്കേണ്ടത് ഷിജോ തടത്തിൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് സ്വയം ഒരു ആത്മപരിശോധന നടത്തിയിട്ട് വേണമായിരുന്നു ഈ ചോദ്യം എന്നോട് ചോദിക്കാൻ. ഈ ചോദ്യം ഞാന് ശ്രീ ഷിജോ തടത്തിൽ ചോദിച്ചത് വളരെ നന്നായി. അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് എടുത്ത നിലപാട്, ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാമല്ലോ. ഞാനങ്ങനെ അവസരത്തിന് വേണ്ടി പോകുന്ന ആളായിരുന്നുവെങ്കിൽ ശ്രീ ഷിജോ തടത്തിലും ഇപ്പോ ഇവിടെ കൈയടിച്ചവരും മനസ്സിലാക്കണം, ഞാനങ്ങനെ വെറുതെ സീറ്റിനോ അവസരത്തിനോ വേണ്ടി പോകുന്നവനായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഇവിടെ MP ആയിരുന്നേനെ, അതിനു മുൻപ് തന്നെ MLA ആയിരുന്നേനെ. ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഇവിടെ ചില നിലപാടുകൾ എടുക്കേണ്ട ആവശ്യം വന്നപ്പോൾ വെറും തെറ്റിദ്ധാരണയാണ്. അതൊക്കെ കിട്ടേണ്ട സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താണ്? നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനെ ആക്ഷേപിച്ച് പറയുക, അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. നമ്മൾ സ്ഥാനത്തിരുന്നപ്പോൾ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതിനെ വിലയിരുത്തുക. അതേക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ പറയാം, ഞാൻ മറുപടി പറയാം. എനിക്ക് ചോദിക്കാനുള്ളത് NDA സ്ഥാനാർത്ഥി ശ്രീ ബിജു മാധവനോടാണ്. ഇവിടെ ഇടുക്കി ജില്ലയിൽ, പിന്നോക്ക ജില്ലയായ ഇടുക്കിയിൽ റോഡുകളുടെ അപര്യാപ്തതയെ സംബന്ധിച്ച് ഒട്ടുമിക്ക ആളുകൾ സൂചിപ്പിച്ചു. ഇടുക്കി ജില്ലയിലെ റോഡുകളുടെ വികസനത്തെ സംബന്ധിച്ച് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? നിസ്സാർ, നമ്മൾ തൊടുപുഴ ചെന്ന് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവിടെ റോഡ് പണിതിരിക്കുന്നതിന്റെ ഭംഗി നോക്കുക. കാശ് സർക്കാരിന്റെ പണം നമ്മൾ വേസ്റ്റ് ആക്കാതെ റോഡ് പണിതാൽ ഇനിയെങ്കിലും മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ റോഡ് പണിയുമ്പോൾ അത് നശിച്ചു പോകാത്ത രീതിയിൽ ആധുനിക സംവിധാനത്തോടെ റബ്ബറൈസ്ഡ് റോഡുകൾ, പരമാവധി വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാകാത്ത രീതിയിൽ വീതി കൂട്ടി നല്ല റോഡുകൾ ഉണ്ടാവണം. റോഡുകൾ എങ്ങനെയും ഉണ്ടായ പോരാ, പാലങ്ങൾ ഉണ്ടായാലും നല്ല പാലങ്ങൾ ഉണ്ടാവണം. അതിന്റെ വർക്കിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പാലം ഉണ്ടായത് പൊളിഞ്ഞു പോയി പരാതി കേട്ടു, പൊളിഞ്ഞു പോയി, കംപ്ലൈൻറ്റ് അതൊക്കെ കേൾക്കുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാട് റോഡിന്റെ കാര്യത്തിൽ തീർച്ചയായും ഇനി റോഡ് പണിതാൽ മുന്നോട്ട്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഒരു പാവപ്പെട്ട വന്നാൽ വാഹനം ഓടിച്ചെല്ലണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് എറണാകുളം ചെല്ലുന്ന രീതിയിലുള്ള ആധുനിക സംവിധാനത്തിലുള്ള ഭംഗിയുള്ള റോഡുകൾക്ക് വേണ്ടി പണം മുടക്കണം. വെറുതെ പണം മുടക്കി വേസ്റ്റ് ആക്കരുത്. അതുകൊണ്ട് നല്ല സംവിധാന റോഡുകൾ ഉണ്ടാവും. കേരള ലോട്ടറി വിൽക്കുമ്പോൾ അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും നാളെ. ഇപ്പോൾ ഇടുക്കി ഹൈറേഞ്ചിലേക്കുള്ള ആദ്യകാല റോഡാണ് ഇടുക്കി ഉടുമ്പന്നൂർ റോഡ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് അടുപ്പിച്ച് പത്രസമ്മേളനം കോട്ടയം, തിരുവനന്തപുരം, ഇടുക്കിയിൽ നമ്മുടെ തടിയമ്പാട് ബ്ലോക്ക് ഓഫീസിൽ നടന്ന ചർച്ചയിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും, റോഡ് പണി തുടങ്ങുമെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം ഏപ്രിൽ മാസം 1-ാം തീയതി റോഡ് പണി വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതുവരെ യാതൊരു വർക്കുകളും നടന്നിട്ടില്ല. ഇപ്പൊ റോഡ് തുടങ്ങിയതായിട്ട് താങ്കൾ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള നിലപാട് ഈ മറുപടിയോടുകൂടി നമ്മൾ ചർച്ച നല്ല കാര്യം ചോദ്യം ചോദിച്ചു നന്നായി. ഇടുക്കി ഉടുമ്പന്നൂർ റോഡ് ഈ മേഖലയിലെ ജനങ്ങളുടെ ഹൃദയവികാരം തന്നെയാണ്. 2014 തൊടുപുഴ പുളിയമല സ്റ്റേറ്റ് ഹൈവേ കളക്ട്രേറ്റിൻ്റെ ഭാഗത്ത് തകർന്ന് തരിപ്പണമായപ്പോഴാണ് നാട്ടുകാരെല്ലാം ഒന്നുചേർന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി മക്കുകളും കല്ലുകളും ഒക്കെ ഇട്ട് കൈതപ്പറക്കാർ റോഡ് ഒന്ന് റിനോവേറ്റ് ചെയ്ത്, അതിനുശേഷം അന്ന് മണിയാറൻകുടി വെച്ച് ഞാൻ പറഞ്ഞു 1 കോടി രൂപ ഞാൻ കൊടുക്കും. അതിനുശേഷം നിയമ തടസ്സങ്ങളെ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചു. നിയമസഭയിലെ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഫോറസ്റ്റ് സെക്രട്ടറി ഒബ്ജക്റ്റ് ചെയ്തു. 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അനുസരിച്ച് ഈ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ മാർഗമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മന്ത്രിയെ കാണുകയുണ്ടായി. ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഒക്കെ അതിൽ പങ്കെടുത്തു. ഞങ്ങൾ നേരെ മാരപാണ്ഡ്യൻ സെക്രട്ടറി വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ 1 കോടി രൂപ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് ഞാൻ കൊടുക്കാം. അങ്ങനെ ലേറ്റസ്റ്റായി അതിൻ്റെ ഉത്തരവിറക്കി ഞാനത് കൊടുത്തു. ഇപ്പം DFOയുടെ പറയട്ടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ആണെങ്കിലും പിറ്റേ ദിവസം ആണെങ്കിലും ഗവൺമെന്റ് തന്നെ VS അച്യുതാനന്ദൻ കേരളം ഒന്നുമില്ല. VS അച്യുതാനന്ദൻ കേരളം ഭരിക്കുമ്പോൾ VS തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി.
ഈ ഗവൺമെന്റ് ഉത്തരവ് ഇറക്കാൻ ഈ സർക്കാരിന് അധികാരമുണ്ട്. എന്റെ 1 കോടി രൂപ ഡിപ്പോസിറ്റ് ചെയ്തു DFOയുടെയും CCFന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ. ഇനി പെർമിഷൻ എടുത്താൽ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1 കോടി രൂപ ഞാൻ കൊടുത്തത് ശരിയാണെങ്കിൽ 1 കോടി രൂപ കൊടുത്തത് ശരിയാണെങ്കിൽ ആ 1 കോടിയുടെ പട്ടയ വിതരണം കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങി ഇടുക്കിയിലെ സമഗ്രമായ വികസനമായിരിക്കും ഇത്തവണ മണ്ഡലത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വിഷയം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഊർജ്ജസ്വലമായ ഒരു മത്സരം ഇടുക്കി കാഴ്ചവെക്കാൻ പോകുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ സംവാദം. ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 സ്ഥാനാർത്ഥികൾക്കും ഒപ്പം തന്നെ ഇടുക്കിയിലെ ജനങ്ങൾക്കും പ്രത്യേകം നന്ദി. ദ ബിഗ് ഫൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.